Love you, Swami. ഇതും കടന്നു പോകും. ഒരിടത്ത് വളരെ പ്രശസ്തനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഒരു ദിവസം നല്ല മാനസികാവസ്ഥയിൽ ഉറക്കമെഴുന്നേറ്റ് അതിഥികളെ സ്വീകരിക്കും. യാതൊരു മടിയും കൂടാതെ പ്രജകളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും. പക്ഷേ ചില ദിവസങ്ങളിൽ അദ്ദേഹം സന്തോഷമില്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ ആവുകയും ആരെയും കാണാൻ താല്പര്യമില്ലാതാവുകയും അതിനാൽ തനിച്ച് ഇരിക്കുകയും ചെയ്യും. ആ സമയം പ്രജകളുടെ ആഗ്രഹങ്ങൾ നിഷേധിക്കുകയും ആളുകളോട് കയർത്ത് സംസാരിക്കുകയും ചെയ്യും. നല്ല മാനസികാവസ്ഥയിൽ എത്തുമ്പോൾ മുമ്പ് ചെയ്ത മോശം കാര്യങ്ങൾക്ക് പ്രതിവിധി ചെയ്യാൻ അദ്ദേഹം കിണഞ്ഞു പരിശ്രമിക്കുമായിരുന്നു. പക്ഷേ ഈ രീതിയിൽ അധിക നാൾ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് അറിയാനുള്ള വിവേകം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനാൽ ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാനായി ആ രാജ്യത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരായ വ്യക്തികളെ അദ്ദേഹം വിളിപ്പിച്ചു. പക്ഷേ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ രാജാവ് ഈ ഉദ്യമം ഉപേക്ഷിച്ചു. സിംഹാസനത്തിലിരുന്ന് പിതുമ്പി കരയുകയായിരുന്ന അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ചെറിയ കൃശനായ വ്യക്തി വന്ന് തനിക്ക് രാജാവിനെ സഹായിക്കാനാകുമെന്ന് പറഞ്ഞു. രാജൻ, ഞാൻ ദൂരെയുള്ള ഒരു രാജ്യത്ത് നിന്നാണ്. അങ്ങയുടെ പ്രശ്നത്തെപ്പറ്റി അങ്ങയുടെ പ്രജകളിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. എനിക്ക് അങ്ങയെ സഹായിക്കാനാവുമെന്ന് ഞാൻ കരുതുന്നു. താങ്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതൊരു മാന്ത്രിക മോതിരമാണ്. എന്നാൽ ഇത് വിരലിൽ അണിഞ്ഞാൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. എല്ലാ പ്രഭാതങ്ങളിലും ഇതിന്റെ ചട്ടയിൽ ആലേഖനം ചെയ്തത് അങ്ങ് വായിക്കണം. മോതിരത്തിൽ ആലേഖനം ചെയ്തത് വായിക്കാൻ രാജാവിന് നല്ല ജിജ്ഞാസയുണ്ടായിരുന്നു. അത് ഇങ്ങനെയായിരുന്നു: ഇതും കടന്നു പോകും. ഓർക്കുക, എപ്പോഴും സന്തോഷമായിരിക്കുക, പുഞ്ചിരിക്കുക. നമ്മുടെ മോശം മാനസികാവസ്ഥ ഉൾപ്പെടെ എല്ലാം കടന്നു പോകും.